ഹലോ, നമുക്കിന്ന് കേരത്തല കറി വെക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കേരയുടെ തല വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മളിന്ന് ആദ്യമായിട്ട് തന്നെ 3 കേരയുടെ തലയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളത് ആദ്യം വെട്ടിയെടുക്കുകയാണ്. ചെറിയ കഷ്ണമാക്കി എടുക്കാം കേട്ടോ. ചിലവരിത് തല അങ്ങനെ ഇട്ടിട്ട് കറി വെക്കുന്നവരുണ്ട്. നമ്മളത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കറി വെക്കുന്നത്. ഷാപ്പിലെ കറി വെക്കുമ്പോൾ ഹോട്ടലിലെ കറി വെക്കുമ്പോൾ തല അങ്ങനെയാണ് മുറിക്കാതെ അങ്ങനെയാണ് ഇട്ട് കറി വെക്കാം കേട്ടോ. നമ്മളത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെറുതാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അപ്പോൾ അങ്ങനെ മുറിച്ച് കഴിഞ്ഞു. നമ്മൾ കഷ്ണങ്ങളൊക്കെ നന്നായി കഴുകി എടുത്തു കേട്ടോ. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് വെക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, പിന്നെ ഉലുവ ഇട്ടു. അതുകൂടാതെ ഇപ്പോൾ സവോള ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സവോള നല്ല മൂത്ത് വന്നിട്ടുണ്ട്. സവോള ഒരു ബ്രൗൺ കളറായപ്പോൾ നമ്മൾ തക്കാളിയും കൂടി അതിലേക്ക് ആഡ് ചെയ്യാണ്. തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. തക്കാളി സവോള ഒന്ന് വെന്ത് വരണം. അപ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് വരുന്നുണ്ട്. തക്കാളി വന്ന് തുടങ്ങി. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കുന്നവരുണ്ട്. നമ്മൾ പേസ്റ്റ് നമ്മൾ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ചേർക്കണം കേട്ടോ. അതിനുശേഷം ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുത്ത് കഴിക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കീറി വെച്ചിട്ടുള്ള പച്ചമുളക് കൂടി ചേർക്കുകയാണ്. പച്ചമുളക് അവിടുത്തെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞങ്ങളിവിടെ ഒരു 7 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള മുളകാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടതുണ്ട്.
മുളക് പൊടി ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3/4 സ്പൂണായിട്ട് ഒരു മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അതിലേക്ക്. മഞ്ഞൾപ്പൊടി 3/4 സ്പൂൺ ചേർത്തു. ഇനി ഈ പൊടിയുടെ ഈ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഒന്ന് വേവിച്ചെടുക്കണം. പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് കുടംപുളി ചേർക്കണം. പുളി ചേർത്തിട്ടില്ല. നമ്മൾ കുടംപുളിയാണ് ചേർക്കുന്നത്. കുടംപുളി ചേർത്ത് ഒന്നുകൂടി ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കണം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി ഉപ്പിട്ടിട്ടില്ല. ഉപ്പിടണം. ആവശ്യത്തിനുള്ള ഉപ്പിടണം. ഉപ്പിട്ട് ഞങ്ങൾ കല്ലുപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ കല്ലുപ്പ് കുറച്ചിട്ടു. ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ, തലയുടെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കുകയാണ്. മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി കഷ്ണങ്ങൾ നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ കറിയിൽ മസാലയൊക്കെ മീൻ കഷ്ണം പിടിക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെറിയ ചട്ടി ആയതുകൊണ്ട് ഇത്തിരി അധികം പെട്ടെന്ന് ഇളക്കാനൊന്നും പറ്റില്ല. മെല്ലെ കുറേശ്ശെ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് നേരം നമുക്ക് അടച്ചു വെച്ച് കഴിക്കാം കേട്ടോ. അപ്പോൾ അടച്ചു വെച്ചു. നമ്മൾ 5 മിനിറ്റ് വേവിച്ചു. അപ്പോൾ കറിയിൽ നന്നായി തിളച്ച് വരുന്നുണ്ട്. കഷ്ണമൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക.